വടവൃക്ഷം വേരാഴ്ത്തി നിൽക്കുന്ന തകർന്നടിഞ്ഞ ക്ഷേത്രം. വൃക്ഷം ക്ഷേത്രത്തിനും ക്ഷേത്രം വൃക്ഷത്തിനും അന്യോന്യം താങ്ങായി നിൽക്കുന്നു. ഉടഞ്ഞ വിഗ്രഹങ്ങളും മഹാശില്പങ്ങളും ചുറ്റിപ്പിണഞ്ഞ് പാതാളത്തിലേക്കാഴുന്ന വേരുകളും മാനം മുട്ട നിൽക്കുന്ന വൻ ശാഖികളും തിടം വെച്ച വേരുകൾ വിടുവിച്ചു കളഞ്ഞ മഹാചരിത്രത്തിന്റെ സന്ധിബന്ധങ്ങൾ. ഇത് താപ്രോം ക്ഷേത്രം. കംബോഡിയയിലെ സിയം റീപ്പ് ഉൾവനത്തിൽ കാടുമൂടി തകർന്നടിഞ്ഞുകിടന്ന താപ്രോം ക്ഷേത്രം പുനരുദ്ധരിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള അടുപ്പത്തിന് 2000-ലധികം വർഷം പഴക്കമുണ്ട്. അങ്കോർ വനത്തിൽ 400 ചതുരശ്ര കിലോമീറ്ററിലധികം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന അങ്കോർ ഹെറിറ്റേജ് പാർക്കിലെ മണ്ണടിഞ്ഞതും അല്ലാതെയുമുള്ള ക്ഷേത്രങ്ങളും സ്മാരകങ്ങളും ഇതിന് തെളിവാണ്. കാലപ്രവാഹത്തിൽ കാടുമൂടി നാശോന്മുഖമായ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിൽ ലോകരാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും കൈകോർത്തു. സിയം റീപ്പിലെ താപ്രോം ക്ഷേത്രം പുനരുദ്ധരിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പൂർണ്ണ ചുമതലയിലാണ്. It means foundation is good, otherwise not. Now you see this stone we have to keep up. It means this stone height was up to here, and here the height was up to here. So first we have to reset by trial and error, matching with these joints. ബുദ്ധക്ഷേത്രമായ താപ്രോം 12ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ ഖമർ രാജാവായ ജയവർമ്മൻ ഏഴാമൻ പണികഴിപ്പിച്ചതാണ്. അതിസമ്പൽ സമൃദ്ധമായ ഒരു ബുദ്ധവിഹാരം കൂടിയായിരുന്നു ഇത്. ഇന്ന് വൃക്ഷക്ഷേത്രം എന്നറിയപ്പെടുന്ന താപ്രോം അങ്കോറിയൻ കാലത്തെ ഖമർ നിർമ്മിതിയുടെ മകുടോദാഹരണമാണ്. താപ്രോം ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠാപനം അതിസങ്കീർണമാണ്. കാലങ്ങൾക്കപ്പുറം അജ്ഞാതനായ ക്ഷേത്രശില്പി മനസ്സിൽ വരഞ്ഞിട്ട് മണ്ണിൽ സാർത്ഥകമാക്കിയ രൂപത്തെ കടലാസിലേക്ക് പരാവർത്തനം ചെയ്യുക എന്നതായിരുന്നു ആദ്യ വെല്ലുവിളി. ശിലാപാളികളിൽ വേരാഴ്ത്തി വെയിൽ തേടിപ്പോയ മഹാമരങ്ങളുടെ കടയ്ക്കൽ കോടാലി വയ്ക്കാതെ അമ്പലവുമായി അനുരഞ്ജിപ്പിക്കുന്നത് മറ്റൊരു വെല്ലുവിളി. കാലവും പ്രകൃതി പ്രതിഭാസങ്ങളും ഛിന്ന ഭിന്നമാക്കിയ കൽക്കബന്ധങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നത് ഏറ്റവും വലിയ വെല്ലുവിളി. തദ്ദേശീയരായ തൊഴിലാളികളുടെ സഹകരണത്തോടെ നൃത്തമണ്ഡപം പുനരുദ്ധരിച്ചു കഴിഞ്ഞു. പുനരുദ്ധാരണ പ്രവർത്തനത്തിന് ലോകമെങ്ങും സ്വീകരിച്ചു വരുന്ന പുതിയ നയമനുസരിച്ച് മണ്ഡപത്തളത്തിൽ വളർന്നു പന്തലിച്ച വൃക്ഷങ്ങളെ അതേപടി നിലനിർത്തി സംരക്ഷിക്കുന്നു. 2015 ജൂലൈയിൽ ആരംഭിച്ച 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുവരുന്നു. സംസ്കാരത്തിന്റെ വേരുകൾ തേടിയുള്ള യാത്രയാണ് താപ്രോം പുനരുദ്ധാരണം. അത് അതിൻ്റേതായ ഒരു വേഗത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.